നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ ആദ്യ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് റിവിഷൻ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ട് തരത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫോക്കസ് ഏരിയ ടോപ്പിക്സ്, അതിലെ കണ്ടന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ളത്. രണ്ടാമത്തേത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ്, ആ കണ്ടന്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, നോട്ടൊന്നും ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ക്ലാസ് കണ്ട് ഈ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് എഴുതി അത് മാത്രം പഠിച്ചാലും നല്ല മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവില് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് ഇനിയുള്ള സമയം ഒരിക്കലും പാഴാക്കരുത്. ഇതുവരെയുള്ളത് പ്രശ്നമല്ല, ഇനി അങ്ങോട്ടുള്ള സമയം ഒരിക്കലും പാഴാക്കാതിരിക്കുക. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സാവാൻ കഴിയും. അതിന് ഉള്ള തയ്യാറെടുപ്പാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ കൃത്യമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ ആ നോട്ടും കൂടി എഴുതുക, സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ട് എഴുതുക, അപ്പോൾ തന്നെ പഠിക്കുക. അരമണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ ബ്രീഫായിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് ഇന്ന് തന്നെ പഠിക്കുക, ഒന്നും നാളേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് തന്നെ നോട്ടിലേക്ക് എഴുതുക, ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ പഠിക്കുക. ഈ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇങ്ങനെ റിവിഷൻ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കാണുക, പഠിക്കുക. അതോടൊപ്പം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി നല്ല മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സാവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ചാർജ്, കുളൂംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഡൈപോൾ, ഗോസസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. ചാർജസ് ആർ ഓഫ് ടു ടൈപ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ചാർജസിന് പേര് കൊടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന സയൻറ്റിസ്റ്റാണ്. ഒരു അപ്പാരറ്റസ്, ഗോഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന അപ്പാരറ്റസ് ഉപയോഗിച്ച് യു ക്യാൻ ഡിറ്റക്ട് ദ ചാർജ് ഓൺ എ ബോഡി. വെൻ ടു ബോഡീസ് ആർ റബ്ഡ് വിത്ത് ഈച്ച് അതർ ദ അക്വയർ സം ചാർജസ്. അങ്ങനെയുള്ള ചാർജിനാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുക. ഇഫ് ഗ്ലാസ് റോഡ് ഇസ് റബ്ഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് റോഡ് അക്വയർസ് പോസിറ്റീവ് ചാർജ്, സിൽക്ക് അക്വയർസ് നെഗറ്റീവ് ചാർജ്. Then, if plastic rod is rubbed with fur, fur acquires positive charge and plastic rod acquires negative charge. അടുത്ത കുളൂംസ് ലോ ആണ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അതിൻ്റെ ഇക്വേഷൻ എങ്കിലും നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. എഫ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതുപോലെ കോൺസ്റ്റൻറ്റിൽ 1/4πε0, ദാറ്റ് ഈസ് 9 × 10⁻⁹. 1/4πε0യുടെ വാല്യൂ 9 × 10⁻⁹ ആണ്. ε0 is called the permittivity of free space and its value is 8.854 × 10⁻⁻12 Coulomb square Newton inverse m⁻⁻². അതിൻ്റെ യൂണിറ്റ് ഓർത്തിരിക്കണം. അടുത്ത ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. E ഈക്വൽ ടു 1/4πε0 Q/r², r ക്യാപ്. അതുപോലെ തന്നെ ലിമിറ്റ് Q ടെൻസ് ടു 0 F/Q. യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളും. Now electric field lines due to a positive point charge. ഫിഗർ വരച്ച് പഠിക്കുക. ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്. പോസിറ്റീവ് പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ്. Now due to negative point charge, the field lines are radially inward. ഉള്ളിലേക്കായിരിക്കും. ഫീൽഡ് ലൈൻസ് റേഡിയലി ഇൻവേർഡ്, ഉള്ളിലേക്കാണ്. ഈ ചിത്രവും വരച്ച് പഠിക്കണം നിർബന്ധമായിട്ടും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ ഡൈപോൾ ആണ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഫീൽഡ് ലൈൻസ് ഡൈപോൾ കൊണ്ടുള്ള ഫീൽഡ് ലൈൻസ്
പോസിറ്റീവ് ചാർജിൽ ആരംഭിക്കും, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. ഇപ്പോൾ കാണുന്നത് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു 2 പോസിറ്റീവ് ചാർജസ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ ചിത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം, ഡൈപോൾ ആണോ 2 പോസിറ്റീവ് ചാർജ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഈ 2 ചിത്രങ്ങളും പഠിക്കുക. നോ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്. Start from positive charge and end at negative charge. Electric field lines are continuous curves, no breaks. Never cross each other. Field lines never cross each other and do not form closed loops. എല്ലാ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. So delta phi, small flux passing through a small area delta S is given by E dot delta S or E delta S cos theta. And the unit Newton per coulomb meter square. അത് നമുക്കറിയാം, ഫ്ലക്സ് E dot ds ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം, പിന്നെ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂം, അതാണ് ന്യൂട്ടൺ കൂളൂം റേസ് ടു -1 മീറ്റർ സ്ക്വയർ. ഓർത്തിരിക്കണം, യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക് ഡൈപോൾ. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോയിന്റ് ചാർജസ് Q and -Q സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. ഈ ഒരു സിസ്റ്റത്തിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. Dipole moment is P, that is Q into 2a. It's a vector quantity. Direction is from negative charge to positive charge. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ നോക്കുക, 2 charges plus Q and -Q. Each charge produces a field at P. Okay, so E plus Q, E minus Q രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം you can find out the total field at P. And this field is along the direction of dipole moment. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, along the direction of dipole moment. Okay, now it can be written as 2p by 4pi epsilon 0 r cube. അടുത്തത് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ. ആ കേസിൽ നമുക്ക് കിട്ടുന്ന ഫീൽഡിൻ്റെ ഇക്വേഷൻ E equal to -2qa ഡിവൈഡഡ് ബൈ 4pi epsilon 0 r cube. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഫീൽഡ് ഡൈപോൾ മൊമെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ ഇക്വേഷൻസ് രണ്ടും ഓർത്ത് വെക്കുക. ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ 2p by 4pi epsilon 0 r cube. ഇക്വറ്റോറിയൽ പ്ലെയിൻ -p by 4pi epsilon 0 r cube. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഈ ആക്സിയൽ is 2 times ഈ ഇക്വറ്റോറിയൽ. ഓക്കെ, ആക്സിയൽ ലൈനിലെ ഫീൽഡ് 2 times ദ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് ആണെന്ന് പറയാം. അടുത്തത് ഗോസസ് ലോ ആണ്. സ്റ്റേറ്റ്സ് ദാറ്റ് the flux passing through a closed surface enclosing charge Q is given by phi equal to Q by epsilon 0. ഗോസസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെങ്കിലും നിർബന്ധമായിട്ടും എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയില്ലെങ്കിലും phi equal to Q by epsilon 0 എന്നുള്ളൊരു ഇക്വേഷൻ നിർബന്ധമായിട്ടും എഴുതുക. ഇനിയുള്ളത് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അപ്പോൾ ആ ഗോസിയൻ സർഫസ് വരയ്ക്കുന്ന ഫിഗർ ഓർത്ത് വെക്കുക. ഇക്വേഷൻ E equal to lambda by 2pi epsilon 0 r. ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. 1-2 സ്റ്റെപ്പ് ആ ഡെറിവേഷനിലും പഠിച്ചു വെക്കുക. അടുത്ത ആപ്ലിക്കേഷൻ, ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. ആ ഫിഗർ ഗോസിയൻ സർഫസ് വരയ്ക്കുന്ന അറിയണം. ആൻഡ് ഫൈനൽ ഇക്വേഷൻ E equal to sigma by 2 epsilon 0. അതും ഡെറിവേഷൻ വളരെ ഈസിയാണ്, പഠിച്ചിരിക്കണം. അടുത്ത് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് തിൻ സ്ഫെറിക്കൽ ഷെൽ. 3 കേസാണുള്ളത്. ഔട്ട്സൈഡ് ദ ഷെൽ sigma r square by epsilon 0 r square. Then on the surface of the shell E equal to sigma by epsilon 0. Then inside the shell E equal to 0. ഈ 3 കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഇന്ന് തന്നെ പഠിക്കുക. അരമണിക്കൂർ കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.